തായ്ലൻഡിലും കംബോഡിയയിലും അടക്കം സജീവമായിട്ടുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ രാജ്യത്തും നാട്ടിലും ഇപ്പം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള മലയാളികളടക്കം ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ ഇടയിൽ ഇരയായി മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അഞ്ജിതയും അവരുടെ ഇടയിൽ പെട്ടുപോയി പൈസ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് അതീവമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അഞ്ജിത ചേരുന്നു. എന്നാണ് ഇത് സംഭവിച്ചത്? ഇത് ഇന്നലെ 19-ാം തീയതി ഉച്ചയ്ക്കൊരു 2-2:30 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം രഞ്ജന ഗൗർ, പത്മശ്രീ രഞ്ജന ഗൗർ, അവരുടെ വാട്സാപ്പിൽ, ഞങ്ങൾ സാധാരണ വാട്സാപ്പിൽ എപ്പോഴും സംസാരിക്കാറുണ്ട്. സ്ഥിരമായി സംസാരിക്കുന്ന ആളാണ് ഇവർ. ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറൊന്നുമില്ല, അങ്ങനെ എപ്പോഴും വിളിച്ച് സംസാരിക്കാറില്ല, പക്ഷെ എപ്പോഴും ചാറ്റ് ചെയ്യാറുണ്ട്, എല്ലാ ഒക്കേഷൻസിനും വിഷ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും മെസ്സേജ് എന്തായിരുന്നു? മെസ്സേജ് ആദ്യം ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറഞ്ഞാണ്. മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ സഹായം ചോദിച്ചിട്ടുണ്ടോ രഞ്ജന? ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, അതേക്കുറിച്ച് പ്രായമുള്ളൊരു ലേഡിയാണല്ലോ, അപ്പോൾ അവർക്ക് എന്താ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ആവശ്യമുള്ളവരല്ലേ ചോദിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ വാട്സാപ്പിൽ നിന്നാണല്ലോ മെസ്സേജ് വരുന്നത്, അൺനോൺ നമ്പറൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ എന്താ ദീദി വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അക്കൗണ്ട് ഇപ്പം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇന്നൊരു പേയ്മെൻറ്റ് ചെയ്യണം, ക്യാൻ യു ഡു ദാറ്റ്? അന്നേരം വിളിക്കാൻ തോന്നിയില്ല? അപ്പോൾ തോന്നി, ഞാൻ വിളിച്ചു, പക്ഷെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അതുപോലെ അവർ അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഐ എം അഷെയിംഡ് ഓഫ് ആസ്കിങ് യു. അപ്പോൾ പൈസ ചോദിക്കാനൊരു മടി ഉള്ള ഒരു മെസ്സേജ് പോലെ തോന്നി. അപ്പം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കണം. അവരെ വിളിച്ച് വിഷമിപ്പിക്കേണ്ട, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയും പിന്നെ എന്തെങ്കിലും അവർക്ക് വിഷമം, പൈസയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അതൊക്കെ നമ്മളോട് പറയാനുള്ളൊരു ഇത് കൊടുക്കണ്ട. എന്തായാലും ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് 10,000 ആണ് ആദ്യം ചോദിച്ചത്. അപ്പം ഞാനത് ഇട്ട് കൊടുത്തു. അത് അവരുടനെ ഒരു GPay നമ്പർ തന്നു. അവരുടെ നമ്പർ അല്ല അത്? അല്ല, GPay നമ്പർ തന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് അവരുടെ നമ്പർ അല്ല. ആരുടെ പേരാണ് കാണിക്കുന്നത്? അതൊരു രാജ് ഗുപ്ത. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചു, GPay നമ്പറിൽ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം ഇതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല അത് ഇന്ന നെയിമാണെന്ന് പറഞ്ഞ് കൃത്യം എന്ത് പേരാണോ ആ പേര് എനിക്ക് പറഞ്ഞു തന്നു. ഈ ആൾക്കാണ് എനിക്ക് പൈസ കൊടുക്കാനുള്ളത്. അപ്പം അതെ, അവരുടേതാണെന്നും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പിന്നെയും സംശയം തോന്നി. ഇത് അവർ കറക്റ്റ് ആ GPayയിൽ എന്താണോ നമ്പർ കിടന്നത്, രാജ് ഗുപ്ത എന്നും രാജൻ കുമാർ എന്നുള്ളത് വേറെ നിക് നെയിം രാജ് ഗുപ്ത. അപ്പോൾ അതിനകത്താണ് പൈസ ഇട്ടത്. പൈസ ഇട്ട് കൊടുത്തതും ഉടനെ താങ്ക് യു പറഞ്ഞതിൻ്റെ കൂടെ ബൈ മിസ്റ്റേക്ക് അവരുടെ ഫോണിൽ വന്ന ഒരു ചാറ്റ് എൻ്റെ ഫോണിലോട്ട് അയച്ചു പോയി. എന്നിട്ട് അവർക്കത് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്തുള്ള കോഡൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എന്ത് കോഡായിരുന്നു? OTP ആണോ? OTP. അപ്പം ആ OTPയും ഇവർ ഇവരുടെ വാട്സാപ്പിൽ നിന്ന് ചോദിക്കുന്നതായതുകൊണ്ട് വേറെ ഏതെങ്കിലും അൺനോൺ നമ്പർ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല. ഇവരുടെ വാട്സാപ്പിൽ നിന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒരിക്കൽ സെൻഡ് ചെയ്ത് പോയതുകൊണ്ട് അവർക്ക് തിരിച്ചത് എടുക്കാൻ പറ്റാത്തതായിരിക്കും. ഇപ്പോൾ എനിക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് എനിക്ക് അയച്ചതിൽ നോക്കിയാൽ പോരെ എന്നേ ഞാനും ചിന്തിക്കുകയുള്ളൂ. ഇത് എനിക്കേ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വൺ ടൈം വന്നു, പിന്നെ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത മെസ്സേജാണ്, അങ്ങനെ എന്തോ ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു, അതോടെ അത് തീർന്നു. പിന്നെ പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആ നമ്പർ OTP എടുത്തത് എൻ്റെ നമ്പർ ഹാക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നു. അത് മുന്നേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. സൈബർ സെൽ അടക്കമുള്ളവർ ഇത്തരത്തിൽ OTP ഷെയർ ചെയ്തെന്നുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണിലൊക്കെ വന്നതാണ് നിരന്തരം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിത് നല്ല അവയർനെസ് ഉള്ളവരും നമുക്ക് വിവരം ഉണ്ടെന്നും സ്മാർട്ടാണ് നമ്മളെന്നും ഒക്കെ ധരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എനിക്ക് പോലും ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ രഞ്ജന ദീദി അല്ലേ ചോദിക്കുന്നതെന്ന് ആ ഒരു ഫീലിംഗ് ആയിപ്പോയി. പെട്ടെന്ന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ എൻ്റെ ചുറ്റിനും ഒരു 10-25 പിള്ളേരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടാണ് എന്താണെന്ന് പറ്റിപ്പോയി എന്നുള്ളത്. ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ ശരിയാണ്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, നോക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇതൊന്നും അപ്പം മൈൻഡിൽ വന്നില്ല, അറിയാതെ പറ്റിപ്പോയി. ഇങ്ങനെ പറ്റിപ്പോവും എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ എത്ര സ്മാർട്ടാണെങ്കിലും അതിനകത്തൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായത്. ഈ 10,000 രൂപ മാത്രമാണ് കൊടുത്തതല്ലേ? 10,000 കൊടുത്തുള്ളൂ. ഒരു 10 കൂടെ ചോദിച്ചു, കൊടുത്തില്ല. അപ്പോൾ ഈ OTP പറഞ്ഞു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സാപ്പ് കട്ടായി. എൻ്റെ വാട്സാപ്പ് കട്ടായപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു അപ്ഡേഷൻ വന്നിരുന്നു ഫോണിൽ.
പലരും അത് ഇഗ്നോർ ചെയ്യും. ഇതിരുന്ന് കുത്താനും പിടിക്കാനും ഒക്കെ ഉള്ള പാടുകൊണ്ട് അതങ്ങ് പലരും വിടും. പക്ഷേ ഞാനത് ചെയ്തു വെച്ചു. അതുകൊണ്ട് എൻ്റെ ഫോണിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഉടനെ അത് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കോഡ് അടിച്ചപ്പോൾ എൻ്റെ വാട്സാപ്പ് പെട്ടെന്ന് തിരിച്ചു. ശരിക്കും ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് ശരിക്കും തുണയായി മാറിയത് അല്ലേ? ആണ് രക്ഷിച്ചത്. അപ്പം ഞാനിത് ഇന്ന് രാവിലെ എന്നെ രഞ്ജന ഗോർ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. ആ ഫോൺ അപ്പോൾ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു ഫോൺ എടുത്തോണ്ട് അവർ പറഞ്ഞു, അഞ്ജിത ആരെങ്കിലും പൈസ ചോദിച്ചാൽ ഇട്ട് കൊടുക്കരുത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഡിഡ് ദ ട്രാൻസാക്ഷൻ. അവർ പറഞ്ഞു എന്തിനാ ഇട്ടത്, ഞാൻ പൈസ ചോദിക്കൂല എന്ന് അറിയില്ലേ. ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം, ഒരാൾക്ക് എപ്പോഴാണ് ഒരാവശ്യം വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ഹോസ്പിറ്റലിൽ നിന്നിട്ടോ ഇപ്പം നമ്മൾ എൻ്റെ പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് അമ്മ ഇവിടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കും, നമ്മൾ ഉടനെ അയച്ചു കൊടുക്കും. ഇത് ചെയ്യുന്ന പരിപാടിയാണല്ലോ. ഞാൻ പറഞ്ഞു യു ആർ ഇൻ എ എമർജൻസി എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അവർ ചോദിക്കണത് എന്താണെന്ന്. അവർക്കറിയില്ല ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഉള്ളതും വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സെക്യൂരിറ്റി ആണെന്നുള്ളത് അവർക്കറിയില്ല. രഞ്ജന ഗോകർണ് ഇതുപോലെ മറ്റ് പലരിൽ നിന്നും പൈസ മേടിച്ചിരുന്നു ഇതേ പേരിൽ, ഇവരുടെ പേരിൽ. ഇവരുടെ പേരിൽ എത്രയോ രൂപ. ഇതിലെല്ലാം രസം ഇപ്പോഴും സ്റ്റിൽ രഞ്ജന ഗോറിൻ്റെ വാട്സാപ്പ് ഈസ് ലൈവ്. അവർ നമ്പർ ഇപ്പം ഞാൻ മെസ്സേജ് ഇട്ടാൽ അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ഇന്നലെ എനിക്ക് ആ പൈസ ഇടാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് എൻ്റെ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇന്ന് ഇട്ട് തരാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല. ദീദി എനിക്ക് ഇന്ന് വാങ്ങിയ 10,000 ഇങ്ങോട്ട് അയച്ചു തരികയാണെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞ് എൻ്റെ സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ഞാൻ കൂടുതൽ പൈസ വേണമെങ്കിൽ തരാം. പക്ഷെ അതവർ കണ്ടിട്ടും ഒന്നുമില്ല. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. പക്ഷേ ഇന്ന് ഉച്ച വരെയും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രഞ്ജന ഗോകർണോട് ഈ വിവരം പറഞ്ഞു ശേഷം ഇത് അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സൈബർ സെല്ലിന് പരാതി നൽകിയോ? പെട്ടിരിക്കുന്നു. അവർ ഓൾറെഡി 2-3 ദിവസം മുന്നേ പരാതിപ്പെട്ടു. അവർക്ക് ഇനിയും ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ അവരുടെ വാട്സാപ്പ് കിട്ടൂ. പക്ഷേ അവരുടെ വാട്സാപ്പ് കിട്ടാൻ എന്താ താമസം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ വാട്സാപ്പ് കിട്ടുന്നത് വരെ ഈ സ്കാം നടന്നുകൊണ്ടിരിക്കും. ഭീമമായിട്ടുള്ള തുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്നോടിത് പറഞ്ഞല്ലോ. അപ്പം ഞാൻ രഞ്ജന ഗോറിനെ പരിചയപ്പെടുന്നത് നടനഗ്രാമത്തിൽ വർക്ക്ഷോപ്പിന് വരുമ്പോഴാണ്. അപ്പം ഞാൻ നടനഗ്രാമത്തിലെ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് പറയണു എനിക്കും രഞ്ജന ഗോറിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു പൈസ ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞു ഇല്ല കൊടുക്കില്ല. പക്ഷേ ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു പോകുമായിരുന്നു. കാരണം ചോദിക്കുന്നത് രഞ്ജന ഗോറല്ലേ. OTP ഒരു തവണയല്ലേ കൊടുത്തുള്ളൂ, ഒരു നമ്പറല്ലേ? OTP ഒരു തവണയേ കൊടുത്തുള്ളൂ. അത് അവരെൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഞാൻ പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ പിന്നെ ചെക്ക് ചെയ്തു നമ്മുടെ ഫോണിൽ തന്നെ ഡിവൈസ് ലിങ്ക്ഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് വേറെ ഏതെങ്കിലും ഒരു ലിങ്ക്ഡ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതല്ല, അപ്പോൾ എൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. ഇന്നലെ തന്നെ സൈബർ സെല്ലിന് പരാതി നൽകിയല്ലോ, എന്തായിരുന്നു സെല്ലെന്താ പറയുന്നത്? ഇപ്പോൾ സെല്ലൊന്നും പറയുന്നില്ല. എൻ്റെ കംപ്ലയിൻറ്റ് സ്വീകരിച്ചു. പക്ഷേ ആ സ്റ്റെപ്സ് കുറച്ച് സാധാരണക്കാർക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഫോണിൽ കൂടെ അത് വിളിച്ച് പറയുന്നത് എളുപ്പമാണ്. എന്നെ ഹൈടെക്കിലെ ബിജുമോൻ സാറാണ് എനിക്ക് 1903 നമ്പർ പറഞ്ഞു തന്നത്. ആ നമ്പറിൽ വിളിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, റിപ്ലൈ ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ടെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷേ ആ കംപ്ലയിൻറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതും നമ്മൾ കൊടുക്കണം. ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ കയറി ആ സൈറ്റിൽ കയറി നമ്മൾ വീണ്ടും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അത് കമ്പ്യൂട്ടറുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്കേ ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ കയ്യിൽ വേണമെന്ന് തരും. അതെൻ്റെ ഇന്നലെ അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അതവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങളെല്ലാം ചോദിച്ച് ഒരു മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ആ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റി. പക്ഷേ ഇന്ന് എനിക്ക് റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഈ പത്രക്കാർ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സൈബർ സെൽ കുറച്ചുകൂടി സുതാര്യമാകേണ്ടതുണ്ട് അല്ലേ, കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആകേണ്ടതുണ്ട് അല്ലേ? യൂസർ ഫ്രണ്ട്ലി ആയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇന്ന് എനിക്ക് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വാട്സാപ്പിൽ വന്നു. പിന്നെ അവിടുന്ന് ഒരാൾ വിളിച്ചും പറഞ്ഞു. മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരാതി സ്വീകരിച്ചു, പക്ഷേ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ലിങ്കിൽ കൂടെ ഞാൻ ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യണം. അപ്പം ഞാൻ ആ ലിങ്ക് പ്രസ് ചെയ്തപ്പം അത് വർക്കാവുന്നില്ല.
ആ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് അക്നോളജ്മെൻറ്റ് കിട്ടാൻ ഇപ്പോൾ ഈ റിപ്പോർട്ടേഴ്സൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ കോപ്പി തരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞാൻ അത്രയും ടെക്കി അല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ നമ്മൾ ഏത് ലിങ്ക് പ്രസ് ചെയ്യുമ്പോഴത് ഓപ്പൺ ആവും, പക്ഷേ ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അക്നോളജ്മെൻറ്റ് കിട്ടാനുള്ള ആ പ്രോസസ്സിലൂടെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നടന്നാൽ വളരെ നല്ലത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ പോയതിനെക്കാട്ടിലും പറ്റിക്കപ്പെട്ടു പോയല്ലോ. തീർച്ചയായിട്ടും. കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെയും തട്ടിപ്പ് സംഘങ്ങൾ, ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇരയാക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ആണ്. ഇതുവരെയും ഒരു 60, 70, 80 വയസ്സൊക്കെയുള്ള ആൻറ്റിമാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഈ പറ്റിക്കപ്പെടുന്നവർ പകുതിയെ പുറത്ത് പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി പലരും ഇത് എവിടെ പറയണം എന്നറിയില്ല. പറഞ്ഞാൽ നമ്മൾ അയ്യോ നിങ്ങളെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചോ, നിങ്ങളൊക്കെ ഇത്ര ബുദ്ധിയില്ലാതെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ആ നാണക്കേട് പേടിച്ചിട്ട് പലരും പറയില്ല. എൻ്റെ അറിവിൽ ഇതിപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ 50,000, 60,000, 1,60,000 രൂപയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. പക്ഷെ ഇവർ പുറത്ത് പറയാനുള്ള നാണക്കേടും ഒക്കെ കൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് വളരെ അറിവുള്ള മനുഷ്യന്മാരെ പോലും സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇരയാക്കും, അല്ലെങ്കിൽ അവരെ ആ തട്ടിപ്പ് സംഘങ്ങൾ ഇരയാക്കി വലിയ ഭീമമായിട്ടുള്ള തുക അവർ ശേഖരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സീരിയൽ ആക്ട്രസ് അഞ്ജിതയ്ക്ക് പറ്റിയ അമളി അവർ പറഞ്ഞിരിക്കുന്നു. ചെറിയൊരു തുകയാണ്, 10,000 രൂപ ചെറിയൊരു തുകയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ഒരു അവസ്ഥ നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ ദിനംപ്രതി പുറത്തു വരുന്നുണ്ട്. അവിടെയാണ് 10,000 രൂപ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ അഞ്ജിത അത് മാധ്യമങ്ങളോട് പറയാൻ കാണിച്ചത്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ സൈബർ സെല്ലിന് ഇത് സംബന്ധിച്ചൊരു പരാതിയും നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ പ്രേക്ഷകർ, ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വാട്സപ്പ് ഉപയോഗിക്കുന്നവർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മെറ്റ അടക്കമുള്ളവർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് ഇനിയും ചെയ്യാത്തവർ ചെയ്യണം എന്നുള്ളത് കൂടി അഞ്ജിത പറയുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരുന്നതുകൊണ്ട് മാത്രമാണ് അഞ്ജിതയുടെ വാട്സപ്പ് അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.